Welcome to the channel Swasta Food. ഹായ് എവരി വൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോഹയാണ്. അതായത് അവൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ്. അതായത് നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അവൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അവലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള അവലാണ്. ഈ അവലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ പോഹ ഉണ്ടാക്കുന്നത്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ഞാൻ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പ്, പിന്നെ നല്ലതായിട്ട് ഫൈനലി ചോപ്പ് കൊറിയാണ്ടർ ലീവ്സ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കപ്പലണ്ടി പീനട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ ഹാഫ്. പിന്നെ ഇവിടെ കുറച്ച് സേവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളിലുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. ഇനി നമുക്ക് അവലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കഴുകി എടുക്കണം, ഊറ്റിയെടുക്കണം. ഞങ്ങൾ 300 ഗ്രാം അവലാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം. നമുക്കിനി വെള്ളം ഊറ്റിക്കളയാം. ഞാൻ ഇവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഈ കപ്പലണ്ടി നല്ലോണം ജസ്റ്റ് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം, ഒന്ന് ബ്രൗൺ കളർ ആവുന്നതോടെ വരെ. കപ്പലണ്ടി വറുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. കപ്പലണ്ടി വറുത്ത് ഒരു ബൗളിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായിൽ ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിലൂടെ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കിണറ്റിലോട്ട് കുറച്ച് കടുക് ഇടാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഇടാം, കറിവേപ്പ് ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഇനി നല്ലോണം വഴറ്റണം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിത് നല്ലോണം ഫ്രൈ ചെയ്യണം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വറുത്ത് വെച്ചിരുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഓൾറെഡി വറുത്തതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റ് ചെയ്യാൻ മതി. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവലിൻ്റെ അതിലോട്ട് ഇടാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം.
ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ഇട്ടിരുന്ന ലെമൺ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സേവും കൂടി ഇതിനകത്തിലിട്ട് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ ഡിഷ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.